നമസ്കാരം. ഓരോ കുട്ടിയുടെയും മിടുക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. ഇത് തിരിച്ചറിഞ്ഞ് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഓരോ അധ്യാപകന്റെയും മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ്. ഒരു കഥ കേൾക്കാം. ടെഡി എന്നു പേരുള്ളൊരു വിദ്യാർത്ഥി. അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രാവിലെ അവൻ്റെ ക്ലാസ്സിലേക്ക് അവൻ്റെ അധ്യാപിക കടന്നു വരുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാണ് അവർ വരുന്നതെങ്കിലും അവരത്ര സന്തോഷത്തിലായിരുന്നില്ല. കാരണം ആ ക്ലാസ്സിലാണ് ടെഡി പഠിക്കുന്നത്. ക്ലാസ്സിലൊട്ടും ശ്രദ്ധിക്കില്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയില്ല. എപ്പോഴും തല കുമ്പിട്ട് അങ്ങനെയിരിക്കും. മറ്റു മിടുക്കരായ വിദ്യാർത്ഥികളിൽ നിന്ന് ഇവൻ മാത്രമായിരുന്നു ഇങ്ങനെ വേറിട്ട് നിന്നിരുന്നത്. ഇത് ടീച്ചർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവനെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പോലും ടീച്ചർ പാഴാക്കിയില്ല എന്നതാണ് സത്യം. ദിവസങ്ങൾ കടന്നുപോയി. ടീച്ചർക്ക് മടുപ്പേറിയേറി വന്നു. പ്രിൻസിപ്പലിനോട് പരാതി പറയാൻ ടീച്ചർ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം പ്രിൻസിപ്പലിനെ ചെന്ന് കണ്ട് ടീച്ചർ പറഞ്ഞു, മാം, ടെഡി പഠിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുന്നില്ല. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. മിടുക്കരായ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ഇവൻ മാത്രമാണ് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത്. വരുന്ന വർഷമെങ്കിലും അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ അധ്യാപികയായി എന്നെ നിയമിക്കരുത്. ഇത് കേട്ടുകൊണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു, ടീച്ചർ അവിടെ ഇരിക്കൂ. എന്നിട്ട് കുറേ പ്രോഗ്രസ് റിപ്പോർട്ടുകളുമായി പ്രിൻസിപ്പൽ തിരിച്ചു വരികയാണ്. ടെഡിയുടെ 4ാം ക്ലാസ് വരെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ. വളരെ ഉയർന്ന മാർക്കോടെ എല്ലാ വിഷയങ്ങളും പാസ്സായ മിടുക്കനായ വിദ്യാർത്ഥി. പിന്നെ അവൻ എന്താണ് സംഭവിച്ചത്? പ്രിൻസിപ്പൽ പറഞ്ഞു, ടീച്ചർ, ഈ അടുത്തിടെയാണ് അവൻ്റെ അമ്മ മരിക്കുന്നത്. അതിനുശേഷമാണ് അവൻ്റെ ഈ മാറ്റങ്ങൾ. ഇനി അവനെ പഴയ ടെഡിയാക്കേണ്ടത് നമ്മളാണ്. അവനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളാണ്. ടീച്ചർക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. തൊട്ടടുത്ത ദിവസം ടീച്ചർ ക്ലാസ്സിലെത്തുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് സന്തോഷത്തോടെ പറയുന്നു. ടെഡിയുടെ അടുത്ത് ചെന്ന് ഗുഡ് മോർണിംഗ് ടെഡി എന്ന് പ്രത്യേകം പറയുന്നു. അവൻ തല ഉയർത്തി ഒന്ന് നോക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ അധ്യാപിക ആ വിദ്യാർത്ഥി അടുത്തറിയുകയായിരുന്നു. അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പോസിറ്റീവായ ഒരു മറുപടി അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ മറ്റു കുട്ടികളോട് കൈയടിക്കാൻ പറയുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ അവൻ മിടുക്കനായ ആ പഴയ ടെഡിയായി മാറുന്നു. വർഷം അവസാനിക്കുകയാണ്. ഓരോ വർഷാവസാനങ്ങളിലും അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവാറുണ്ട്. അതായത് തൻ്റെ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. ആ വർഷവും ആ ഫംഗ്ഷൻ ഡേ എത്തി. ഈ ടീച്ചറെ തേടി വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ ഭംഗിയുള്ള ഒരുപാട് സമ്മാനങ്ങൾ എത്തി. ആ കൂട്ടത്തിൽ പത്രത്തിൽ പൊതിഞ്ഞ ഒരു ചെറിയ സമ്മാനം ഉണ്ടായിരുന്നു. അത് കയ്യിലെടുത്തുകൊണ്ട് ടീച്ചർ ചോദിച്ചു, ഇത് ആരുടേതാണ്? ടെഡി പറഞ്ഞു, എൻ്റേതാണ്. അവിടെ വെച്ച് തന്നെ ടീച്ചർ അത് തുറന്നു നോക്കി. അതിൽ പകുതി ഉപയോഗിച്ച ഒരു പെർഫ്യൂം ബോട്ടിലും നിറം പോയി മങ്ങിയ ഒരു വാച്ചുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്താണ് ടെഡി? അവൻ പറഞ്ഞു, ഇതെൻ്റെ അമ്മയുടേതാണ്. അവിടെ വെച്ച് തന്നെ ടീച്ചർ ആ പെർഫ്യൂം ബോട്ടിൽ തുറന്ന് ദേഹത്തൊക്കെ അടിച്ചു. ആ നിമിഷം ടെഡി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, മാം, നൗ യു സ്മെൽ ലൈക്ക് മൈ മദർ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ഗന്ധമാണ്. കഥ അവസാനിക്കുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ടെഡി അപ്പോഴും തൻ്റെ അധ്യാപികയെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ കണ്ടു. അവൻ്റെ വിവാഹ ദിവസം അടുക്കാറായി. തൻ്റെ അധ്യാപികയും തൻ്റെ വിവാഹത്തിനുണ്ടാവണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. അധ്യാപികയ്ക്ക് അവൻ കത്തയച്ചു. കത്ത് കിട്ടി. അധ്യാപികയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൻ്റെ വിവാഹ ദിവസം അധ്യാപിക അവൻ്റെ വിവാഹത്തിന് ചെല്ലുന്നു. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ടെഡിയും തൻ്റെ അധ്യാപികയും കണ്ടുമുട്ടുകയാണ്. അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കസേരകളിൽ ഇരിക്കാൻ പോയ അധ്യാപികയെ പിടിച്ചുകൊണ്ട് ടെഡി പറഞ്ഞു, മാം, ഇരിക്കേണ്ടത് അവിടെയല്ല. ടീച്ചർക്കായി ഞാനൊരു സ്പെഷ്യൽ ചെയർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് അവൻ തന്നെ അവൻ്റെ ടീച്ചർക്കായി ഒരുക്കിയ ആ കസേരയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ കസേരയ്ക്ക് മുന്നിൽ ഒരു ടേബിളും ഉണ്ടായിരുന്നു. ആ ടേബിളിൽ ഒരു നെയിം ബോർഡ് ഉണ്ടായിരുന്നു, ഒരു നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു അത്. അച്ഛൻ ഇരിക്കുന്നിടത്ത് ഫാദർ എന്നെഴുതിയ നെയിം ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ നെയിം ബോർഡ് എടുത്ത് ടീച്ചർ നോക്കി. അതിലെഴുതിയത് ഇപ്രകാരമായിരുന്നു, മദർ. വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ അധ്യാപികയെ അമ്മയെ പോലെ തന്നെ അമ്മയായി കണ്ട് തന്നെ സ്നേഹിച്ച വിദ്യാർത്ഥി. ഈശ്വരനും ഗുരുവും ഒരേ സമയം മുന്നിൽ വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ വന്ദിക്കും. കാരണം
ഈശ്വരനെ എനിക്ക് കാണിച്ചു തന്നത് ഗുരുവാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഈശ്വരനേക്കാൾ ഉയർന്ന സ്ഥാനമുള്ള അമ്മയായാണ് തൻ്റെ അധ്യാപികയെ അവൻ ഇത്രയും കാലം കണ്ടത്. കഥയുടെ തുടക്കത്തിൽ ഈ വിദ്യാർത്ഥിയെ ടീച്ചർക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം അവൻ ഒട്ടും പഠിക്കുന്നില്ല. പഠിക്കാത്ത വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാതിരിക്കുകയും പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അധ്യാപകരെ വിദ്യാലയങ്ങളിൽ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അറിവില്ലാത്തവന് അറിവ് പകർന്നു നൽകുകയല്ലേ ചെയ്യേണ്ടത്? അവൻ്റെ ഈ മാറ്റം എല്ലാം ആ അധ്യാപിക കാരണമാണ്. അവന് ശ്രദ്ധയും പരിഗണനയും സ്നേഹവും കൊടുത്തതുകൊണ്ടാണ് അവൻ പഴയ ടെഡിയായി മാറിയത്. സ്നേഹവും സഹാനുഭൂതിയും ഒരധ്യാപികയ്ക്കുണ്ടാകേണ്ട പ്രഥമ ഗുണങ്ങളിൽ 2 വിദ്യാർത്ഥികൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ അധ്യാപകരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാലം മാറുകയാണ്. കുട്ടികളുടെ ജീവിത രീതിയും സാഹചര്യങ്ങളും വീക്ഷണങ്ങളും മാനസിക നിലയും എല്ലാം മാറുകയാണ്. അതിനനുസരിച്ച് അധ്യാപകർ തയ്യാറെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകൂ. നല്ല വിദ്യാലയങ്ങളിൽ നിന്നാണ് നല്ല സമൂഹങ്ങൾ ഉയരെടുക്കുന്നത്. നന്ദി.